ഓരോ തലവേദനയ്ക്ക് പിന്നിലും ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് തലയുടെ ഒരു വശത്തായിട്ടോ അല്ലെങ്കിൽ തലയിൽ ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൂടാതെ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആവാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഒപ്പം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ കാലുകൾ മുക്കി വെക്കുന്നത് ഹോം റെമഡി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നെറ്റിയുടെ അവിടെ ബാൻഡ് പോലെയുള്ള ഒരു ഹെഡേക്ക് ആണെങ്കിൽ അത് മെയിനായിട്ട് ടെൻഷൻ ഹെഡേക്ക് കൊണ്ടായിരിക്കാം. അതൊന്ന് നമ്മുടെ മസിൽ ടെൻഷൻ കൊണ്ടും അതുപോലെ തന്നെ സ്ട്രെസ് കൊണ്ടാണ്. സോ സ്ട്രെസ് കട്ട് ഡൗൺ ചെയ്യുക, അതുപോലെ നമ്മുടെ പോസ്ചറൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ ഒരു വിങ്ങലുണ്ടെങ്കിൽ അത് സൈനസ് ഹെഡേക്ക് ആണ്. അതിന് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് തലയുടെ പുറകിലായിട്ട് അല്ലെങ്കിൽ കഴുത്തിൻ്റെ പിന്നിലായിട്ടാണ് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സെർവൈക്കോജനിക് ഹെഡേക്ക് ആകാം. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് തലയിൽ ഡിഫ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തലയുടെ പുറകിലായിട്ടാണ് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡോക്ടറെ, എനിക്ക് ഈ തല മൊത്തത്തിലായിട്ടൊരു വേദനയാണ്, അതെന്താണെന്നറിയോ? മൊത്തത്തിലായിട്ടെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേദനയുണ്ടോ? കോൺസെൻട്രേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ മൊത്തത്തിലായിട്ടൊരു വേദനയാണ്. എവിടെയെങ്കിലും വിങ്ങുന്ന പോലോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു ഭാഗത്തായിട്ടൊരു വിങ്ങലൊന്നുമില്ല, തല മൊത്തത്തിലായിട്ടൊരു വേദനയാണ്.